ബിൽക്കീസ് രാജ്ഞി പകുതി ജിന്നോ മനുഷ്യനോ? ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ രാജ്ഞിയാണ് ബൽക്കീസ്. അവർ പ്രവാചകൻ സുലൈമാൻ നബി ന്റെ ഭാര്യയായിരുന്നു. ബൽക്കീസ് ദക്ഷിണ അറേബ്യ മുതൽ ആഫ്രിക്ക വരെ വ്യാപിച്ച ഒരു രാജ്യമാണ് ഭരിച്ചിരുന്നത്. അവരെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ചില ആളുകൾ അവൾ പകുതി മനുഷ്യനും പകുതി ജിന്നുമാണെന്ന് അവകാശപ്പെടുന്നു. ജിന്നുകളുടെ മേൽ നിയന്ത്രണമുണ്ടായിരുന്ന, അവരെക്കൊണ്ട് ജോലിയെടുപ്പിച്ചിരുന്ന സുലൈമാൻ നബി ഒരു ജിന്നിനെ വിവാഹം കഴിച്ചിരിക്കുമോ? ഇസ്ലാമിക കഥകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എന്നാൽ ഈ കഥ ഒരു രാജ്ഞിയിൽ നിന്നല്ല ആരംഭിച്ചത്. ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഹുദ്ഹുദ് എന്നു പേരുള്ള ഒരു ചെറിയ പക്ഷിയെക്കുറിച്ചാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഹുദ്ഹുദ് പക്ഷിയും സുലൈമാൻ നബി ന്റെ സൈന്യവും. ഈ ചെറിയ പക്ഷി ദൂരദേശങ്ങളിൽ നിന്ന് വിചിത്രമായ വാർത്തകളാണ് കൊണ്ടുവന്നത്. സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു രാജ്ഞി മുസ്ലിമാവുന്നതിന് ഈ കൊച്ചുപക്ഷി സഹായിച്ചു. കൂടാതെ ഇത് ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. സൈനികർ അവരുടെ നേതാവിന്റെ പരിശോധനയ്ക്കായി ഒരുമിച്ചുകൂടി കാത്തിരിക്കുകയായിരുന്നു. ആ നേതാവായിരുന്നു പ്രവാചകൻ സുലൈമാൻ. ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരമായ സൈന്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ സൈന്യം മനുഷ്യർ, ജിന്നുകൾ, പക്ഷികൾ, മറ്റു മൃഗങ്ങൾ എന്നിവയാൽ നിർമ്മിതമായിരുന്നു. കാറ്റുപോലും സുലൈമാനെ ആവശ്യമുള്ളിടത്തേക്ക് വഹിച്ചുകൊണ്ടു പോകുമായിരുന്നു. മനുഷ്യസേനയിൽ കാൽനടയായും കുതിരപ്പുറത്തുമുള്ള സൈനികർ ഉൾപ്പെട്ടിരുന്നു. ജിന്ന് യോദ്ധാക്കളെ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ഈ സൈന്യത്തെ ഭീകരമാക്കിയത് ശത്രുക്കൾക്ക് അതിലെ പല അംഗങ്ങളെയും കാണാൻ കഴിയുമായിരുന്നില്ല എന്നതായിരുന്നു. ചില പക്ഷികളും മൃഗങ്ങളും സുലൈമാന്റെ സൈന്യത്തിൽ ചേർന്നിരുന്നു. സിംഹങ്ങളായിരുന്നു മൃഗങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കൾ. അതിനു പിന്നാലെ പുലികളുമുണ്ടായിരുന്നു. പക്ഷിപ്പടയിൽ നിരവധി പ്രാപ്പിടിയന്മാരും പരുന്തുകളും ഉൾപ്പെട്ടിരുന്നു. ഹുദ്ഹുദ് എന്നറിയപ്പെടുന്ന ഉപ്പൂപ്പൻ പക്ഷിക്കായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതല. ദീർഘദൂരം പറന്ന് സൈന്യത്തിനുവേണ്ടി ചാരപ്രവൃത്തി നടത്തുകയായിരുന്നു ഹുദ്ഹുദിന്റെ ജോലി. അത് ശത്രുവിനെക്കുറിച്ച് എല്ലാം നിരീക്ഷിച്ചു പഠിച്ച് താൻ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തിരിച്ചെത്തുമായിരുന്നു. സൈന്യത്തിൽ വളരെ സെൻസിറ്റീവും പ്രധാനപ്പെട്ടതുമായ ഒരു പങ്കാണ് ഹുദ്ഹുദിനുണ്ടായിരുന്നത്. സൈന്യം ഒരുമിച്ചുകൂടിയ ആ നിമിഷം പല മൃഗങ്ങളും ഹുദ്ഹുദ് അവിടെ ഇല്ലെന്ന് ശ്രദ്ധിച്ചു. അവർ പരസ്പരം അടക്കം പറഞ്ഞു, കമാൻഡർ ഉടൻ വരും. ഹുദ്ഹുദ് ഇവിടെ ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കും. സുലൈമാൻ സൈന്യത്തിന് സമീപം എത്തിയപ്പോൾ അടക്കം പറച്ചിലുകൾ കൂടുതൽ ഉച്ചത്തിലായി. അദ്ദേഹം എത്തിയപ്പോൾ ഹുദ്ഹുദ് അവിടെ ഇല്ലെന്ന് ശ്രദ്ധിച്ചു. സബായിലെ രാജ്ഞിയുടെ കണ്ടെത്തൽ. ആ സമയത്ത് ഹുദ്ഹുദ് സബായിലെ രാജ്ഞിയുടെ നാട്ടിലായിരുന്നു. അത് ഒരുപാട് ദൂരം യാത്ര ചെയ്തിരുന്നു. താൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പിന്തുടരുകയാണെന്ന് അതിന് ഉള്ളിൽ തോന്നി. നഗരത്തിനു മുകളിലുള്ള ഒരു ഉയർന്ന കൂടിയ മരത്തിനു മുകളിൽ വന്നതിറങ്ങി. അവിടെ നിന്ന് അത് റോഡുകൾ, വീടുകൾ, കൊട്ടാരങ്ങൾ, കവാടങ്ങൾ എന്നിവയെല്ലാം നിരീക്ഷിച്ചു. എല്ലാം അസാധാരണമായ എന്തോ ഒന്ന് അതിന് അനുഭവപ്പെട്ടു. ആളുകൾ ഒരു ചടങ്ങിനായി ഒത്തുകൂടുകയാണെന്ന് തോന്നി. അതിനാൽ ആ നഗരത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു ഉപ്പൂപ്പനോട് അത് ചോദിച്ചു. ഹോ സുന്ദരനായ ഹുദ്ഹുദ്, ഈ നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് ദയവായി പറയാമോ? ആളുകൾ സബായിലെ രാജ്ഞിയെ കാണാൻ പോകുകയാണ്. അവരെല്ലാം സൂര്യനു മുന്നിൽ തലകുനിക്കുന്ന ഒരു ചടങ്ങ് നടത്താൻ പോവുകയാണ്. സുലൈമാന്റെ ചാരപക്ഷിക്കിപ്പോൾ തന്റെ തോന്നലുകൾ ശരിയാണെന്ന് മനസ്സിലായി. അതാദ്യം കാവൽക്കാരെയും പിന്നീട് കമാൻഡർമാരെയും സൈനികരെയും കണ്ടു. ഒടുവിൽ സബായിലെ രാജ്ഞി തന്റെ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ സിംഹാസനത്തിൽ നിന്നിറങ്ങി ആളുകളെ നയിച്ചു. അവർ കൈകളുയർത്തി സൂര്യനു മുന്നിൽ തലകുനിച്ചു. എല്ലാ ആളുകളും അവരോടൊപ്പം തലകുനിച്ചു. ഹുദ്ഹുദ് ഇതെല്ലാം നിരീക്ഷിച്ചു. ഈ വാർത്തയോട് സുലൈമാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അത് ചിന്തിച്ചു. അതുടൻ തന്നെ തിരിച്ചു പറന്നു. പ്രവാചകന്റെ മുന്നിൽ ദിവസങ്ങളോളം നീണ്ട ക്ഷീണിപ്പിക്കുന്ന പറക്കലിന് ശേഷം സൈന്യം ഒരുമിച്ചുകൂടിയ സ്ഥലത്ത് അതെത്തിച്ചേർന്നു. ദേഷ്യത്തോടെ എല്ലാ പക്ഷികളും അതിനെ വളഞ്ഞു. ഒരു ചെറിയ കുരുവി ആദ്യം സംസാരിച്ചു. നീ എവിടെയായിരുന്നു? നമ്മുടെ നേതാവ് സുലൈമാൻ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. നീ അപ്രത്യക്ഷനായതിന് നല്ലൊരു കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഹുദ്ഹുദിന് കൂടുതൽ ആശങ്ക തോന്നി. അതുടൻ തന്നെ പ്രവാചകൻ സുലൈമാനെ പോയി കാണാൻ തീരുമാനിച്ചു. സംസാരിക്കുകയും മാപ്പു ചോദിക്കുകയും ചെയ്യുകയല്ലാതെ അതിന് മറ്റു വഴിയുണ്ടായിരുന്നില്ല. സുലൈമാൻ പ്രവാചകൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിറച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടാരത്തിലേക്ക് പറന്നു. ഹുദ്ഹുദ് ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് മേശയുടെ അറ്റത്ത് നിശബ്ദമായിരുന്നു. ഭയത്തോടെ തലകുനിച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അത് ശ്രമിച്ചു. വിനയത്തോടെ അത് പതുക്കെ അഭിവാദ്യം ചെയ്തു. അത് തല ഉയർത്തി. എന്നാൽ സുലൈമാന്റെ കൈകളിലേക്കും നെഞ്ചിലേക്കും മാത്രമേ അതിന് കണ്ണുയർത്താൻ കഴിഞ്ഞുള്ളൂ. സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ അതിന് ലജ്ജ തോന്നി. ഹുദ്ഹുദിന് പ്രവാചകന്റെ കൈകളിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുള്ളൂ. താനായിരിക്കണം ആദ്യം സംസാരിക്കേണ്ടതെന്ന് അത് തീരുമാനിച്ചു. തന്റെ നേതാവിൽ നിന്ന് അത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു.
സുലൈമാന്റെ ഹൃദയത്തിലെത്താനുള്ള ഏറ്റവും നല്ല വഴി സത്യം വ്യക്തമായി പറയുകയാണെന്ന് അതിന് നന്നായി അറിയാമായിരുന്നു. അത് പറഞ്ഞു, "എന്റെ യജമാനനെ, അങ്ങ് അറിയാത്ത ഒരു ജനതയെക്കുറിച്ച് ഞാൻ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊണ്ടുവന്നു. ഒരു വിദൂര ദേശത്ത് സബായിലെ ജനങ്ങളെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അവൾ വലിയൊരു സിംഹാസനത്തിലിരിക്കുന്നു. ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്കുണ്ട്. എന്നാൽ ഞാൻ അവളെയും അവളുടെ ആളുകളെയും കണ്ടത് അല്ലാഹുവിനു പകരം സൂര്യനു മുന്നിൽ തലകുനിക്കുന്നവരായിട്ടാണ്. പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് മനോഹരമായി തോന്നിച്ചു." ഈ വാക്കുകൾ ശക്തമായിരുന്നു. താൻ വൈകിയതിന്റെ യഥാർത്ഥ കാരണം ഹുദ്ഹുദ് കാണിച്ചു. അതൊരു പ്രധാന ദൗത്യത്തിലായിരുന്നു. സുലൈമാൻ മറുപടി പറയാൻ തുടങ്ങി, "തീർച്ചയായും നീ പറയുന്നത് സത്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാനൊരു കത്തെഴുതും. നീ അത് അവർക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവരുടെ പ്രതികരണമെന്താണെന്ന് കാത്തിരുന്നു കാണുക." ഹുദ്ഹുദ് മുദ്രവെച്ച കത്തെടുത്ത് വേഗത്തിൽ സബായിലേക്ക് പറന്നു. രാജ്ഞിയുടെ മുറിയിൽ. അത് അവിടെ എത്തിയപ്പോൾ കൊട്ടാരം പൂന്തോട്ടത്തിലെ ഒരു മരത്തിൽ വന്നിറങ്ങി. രാജ്ഞിയുടെ മുറിക്കായി തിരഞ്ഞു. ഒരു വലിയ ബാൽക്കണിയുള്ള വലിയ മുറി അത് കണ്ടു. അത് അവരുടേതായിരിക്കുമെന്ന് അതിന് മനസ്സിലായി. കൊക്കിൽ കത്തുമായി അത് തുറന്ന ജനലിലൂടെ അകത്തേക്ക് പറന്നു പ്രവേശിച്ചു. സീലിംഗിലെ ഒരു അലങ്കാര വസ്തുവിന് പിന്നിലൊളിക്കാൻ അത് തീരുമാനിച്ചു. പുറത്തേക്ക് നോക്കിയപ്പോൾ രാജ്ഞി കട്ടിലിലുറങ്ങുന്നതത് കണ്ടു. അവരുടെ മുടി തലയിണയിൽ പരന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുഖം വളരെ മനോഹരമായിരുന്നു. അവരുടെ സൗന്ദര്യം കണ്ടപ്പോൾ അതിന് ദുഃഖവും തോന്നി. ഇത്രയും സൗന്ദര്യവും സമ്പത്തും അധികാരവുമുള്ളൊരാൾ എന്തിനാണിപ്പോഴും സൂര്യനു മുന്നിൽ തലകുനിക്കുന്നതെന്ന് അത് ചിന്തിച്ചു. പിശാച് അവരെ കബളിപ്പിച്ചു. അല്ലാഹുവല്ലാത്ത ഒന്നിനെ ആരാധിക്കാൻ അവനവരെ പ്രേരിപ്പിച്ചു. അതെങ്ങനെയാണ് അവൻ ചെയ്തതെന്നോർത്ത് അത് ചിന്തിച്ചു. സുലൈമാന്റെ സൈന്യം സബായിലെ ജനങ്ങളുമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഫലം വ്യക്തമാണ്. രാജ്ഞി ശക്തയാണെങ്കിലും പ്രവാചകന്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അദ്ദേഹത്തിന്റെ സൈനികർക്ക് എളുപ്പത്തിൽ രാജ്യം പിടിച്ചടക്കാൻ കഴിയും. ഹുദ്ഹുദ് ആലോചിച്ചു, "ഞാൻ കത്തിപ്പോഴിടണോ, അതോ അവർ പൂർണ്ണമായും ഉണരുന്നതുവരെ കാത്തിരിക്കണോ?" കത്തിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അതിനറിയില്ലായിരുന്നു. അത് ചിന്തിക്കുന്നതിനിടയിൽ കത്ത് പെട്ടെന്ന് കൊക്കിൽ നിന്ന് വഴുതി രാജ്ഞിയുടെ കട്ടിലിലേക്ക് വീണു. രാജ്ഞി കണ്ണു തുറന്നു. കത്ത് തന്റെ മുന്നിൽ കിടക്കുന്നതു കണ്ടു. അവർ വേഗത്തിൽ ചുറ്റും നോക്കി, പക്ഷേ ആരെയും കണ്ടില്ല. ഭയം തോന്നി. അവർ കത്ത് തുറന്ന് നിശബ്ദമായി വായിച്ചു. സന്ദേശം ഇതായിരുന്നു. ഈ സന്ദേശം സുലൈമാന്റെ പക്കൽ നിന്നാണ്. അല്ലാഹുവിന്റെ നാമത്തിൽ, അൽ റഹ്മാൻ അൽ റഹീം. ഞാൻ നിങ്ങളെ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാൻ ക്ഷണിക്കുന്നു. എന്നോട് അഹങ്കാരം കാണിക്കരുത്. എന്റെ അടുത്തേക്ക് വരികയും കീഴ്പ്പെടുകയും ചെയ്യുക. രാജ്ഞിക്ക് ഏഷ്യം വന്നു. കത്ത് കൊണ്ടുവന്നത് ആരാണെന്ന് കാണാനായി അവർ വീണ്ടും ചുറ്റും നോക്കി. ആരെയും കാണാതിരുന്നപ്പോൾ അവരുടെ ദേഷ്യം വർദ്ധിച്ചു. അവർ കാവൽക്കാരെ വിളിച്ചു പറഞ്ഞു, "എന്റെ മുറിയിൽ പ്രവേശിക്കാൻ ആരാണ് ധൈര്യപ്പെട്ടത്? ആരാണിത് ചെയ്തത്?" കാവൽക്കാർ ഞെട്ടിപ്പോയി. ആരും മുറിയിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് അവരവരോട് പറഞ്ഞു. അവർ വാളുകൾ കയ്യിലേന്തി കണ്ണു തുറന്നു നിൽക്കുകയായിരുന്നുവെന്നും രാജ്ഞിയുടെ മുറിക്കടുത്തേക്ക് ആരും വന്നിട്ടില്ലെന്നും അവർ സത്യം ചെയ്തു. അതേസമയം ഹുദ്ഹുദ് പക്ഷി മുകളിലെ ചെറിയ വിടവി ഒളിച്ചിരുന്ന് എല്ലാം കേൾക്കുകയായിരുന്നു. ബൽക്കീസ് രാജ്ഞി വിളിച്ചു ചോദിച്ചു, "എങ്കിൽ ഈ കത്തിവിടെ നിന്നെവിടെ നിന്ന് വന്നു?" അവർ കത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ചു. കത്തെങ്ങനെ എത്തിയെന്നൂഹിക്കാൻ കാവൽക്കാർ ശ്രമിച്ചു. പക്ഷേ ആരും അത് കൊണ്ടുവരുന്നത് അവർ കണ്ടിരുന്നില്ല. അവർ ആശയക്കുഴപ്പത്തിലായി. എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. സമ്മാനങ്ങൾ നൽകാനുള്ള തീരുമാനം ബൽക്കീസ് രാജ്ഞി ഉടൻ തന്നെ തന്റെ കൗൺസിലുമായി ഒരടിയന്തര യോഗം വിളിച്ചു. രാജ്ഞി യോഗത്തിന് നേതൃത്വം നൽകി. അവർ പറഞ്ഞു, "ഓ എന്റെ ഉപദേഷ്ടാക്കളെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കത്ത് ലഭിച്ചിരിക്കുന്നു. അത് സുലൈമാന്റെ പക്കൽ നിന്നാണ്. അദ്ദേഹം കത്ത് തുടങ്ങിയിരിക്കുന്നത് അല്ലാഹുവിന്റെ നാമത്തിലാണ്, അൽ റഹ്മാൻ അൽ റഹീം. അഹങ്കാരമില്ലാതെ എന്റെ അടുത്തേക്ക് വരാനാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. നമ്മൾ എന്തു ചെയ്യണം എന്നാണ് നിങ്ങൾ കരുതുന്നത്?" ഒരു ഉപദേഷ്ടാവ് പറഞ്ഞു, "ഇതിനർത്ഥം സുലൈമാൻ രാജാവ് നമ്മൾ അദ്ദേഹത്തിന് കീഴടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ്. അതൊരു യുദ്ധത്തിനുള്ള വിളി പോലെ തോന്നുന്നു. നമുക്ക് പോരാടാം." മറ്റൊരാൾ പറഞ്ഞു, "നമ്മൾ ശക്തരും കഴിവുള്ളവരുമാണ്. നമുക്ക് നമ്മുടെ ശക്തി അദ്ദേഹത്തെ കാണിക്കാം. യുദ്ധത്തിന് പോകാം." കൗൺസിൽ അംഗങ്ങളിൽ ഭൂരിഭാഗവും ഈ യുദ്ധോത്സുകമായ അഭിപ്രായങ്ങളോട് യോജിച്ചു. എന്നാൽ
ഒരു ബുദ്ധിമാനായ ഉപദേഷ്ടാവ് പെട്ടെന്ന് ചോദിച്ചു, കത്തുകൊണ്ടുവന്ന ദൂതൻ എവിടെയാണ്? സുലൈമാന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരേയൊരാൾ അതാണ്. രാജ്ഞി മറുപടി പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ഉണർന്നപ്പോൾ കത്തെന്റെ കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. ഉപദേഷ്ടാക്കളിൽ ഒരാൾ തുടർന്ന് സംസാരിച്ചു, ഇതൊരു ചെറിയ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ കാത്തിരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. സുലൈമാന് ഇത്ര വിചിത്രവും ശക്തവുമായ രീതിയിൽ ഒരു ദൂതനില്ലാതെ കത്തയക്കാൻ കഴിയുമെങ്കിൽ യുദ്ധത്തിൽ അദ്ദേഹം എത്രത്തോളം ശക്തനാണെന്ന് ആർക്കറിയാം? അതിനാൽ നമ്മൾ കാത്തിരുന്ന് കാണണം. അപ്പോൾ ബൾക്കീസ് രാജ്ഞി സംസാരിച്ചു, രാജാക്കന്മാരൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവർ എല്ലാം നശിപ്പിക്കും, ബഹുമാനിച്ച ആളുകളെ ദുർബലരാക്കി മാറ്റും. ഇത് നമുക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ദൂതന്മാരോടൊപ്പം സമ്മാനങ്ങൾ അയക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ആരും എതിർപ്പ് പറഞ്ഞില്ല. അതിനാൽ അവരുടെ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. ഈ സംഭാഷണം മുഴുവൻ ഹുദ്ഹുദ് പക്ഷി കേട്ടു. യോഗം അവസാനിച്ചപ്പോൾ അത് പറന്നുപോയി. രാജ്ഞിയുടെ രാജ്യത്ത് ഒരു പ്രഖ്യാപനം വന്നു. സ്വർണവും രത്നങ്ങളും ഉപയോഗിച്ച് ഒരു സമ്മാനമുണ്ടാക്കണം. എത്ര ചിലവായാലും അത് ഗംഭീരമായൊരു സമ്മാനമായിരിക്കണമെന്ന് അവർ പറഞ്ഞു. സുലൈമാൻ ശക്തനും ഭയപ്പെടുത്തുന്നവനുമായിരുന്നു. വളരെ വിലയേറിയൊരു സമ്മാനത്തിനു മാത്രമേ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അവരുടെ ഭാവി അദ്ദേഹത്തിന്റെ ദയയെ ആശ്രയിച്ചിരുന്നു. ഈ പ്രത്യേക സമ്മാനമുണ്ടാക്കാൻ രാജ്യത്തെ കലാകാരന്മാർ രാവും പകലും ജോലി ചെയ്തു. അവർ വിലയേറിയ നിരവധി വസ്തുക്കൾ ഉപയോഗിച്ചു. ഒടുവിൽ സമ്മാനം തയ്യാറായി. അത് സ്വർണ്ണനിറത്തിലുള്ള ഒരു തളികയായിരുന്നു. അതിന്റെ വശങ്ങളിൽ സ്വർണവും മറ്റു രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച 2 ചെന്നായ്ക്കളുണ്ടായിരുന്നു. ഈ മനോഹരവും വിലയേറിയതുമായ സമ്മാനം കണ്ടപ്പോൾ ബൽഖീസ് രാജ്ഞിക്ക് സന്തോഷമായി. തന്റെ ദൂതന്മാരോട് സുലൈമാന്റെ അടുത്തേക്ക് ഇത് കൊണ്ടുപോകാൻ അവർ ഉത്തരവിട്ടു. സുലൈമാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് കൂടുതലറിയാൻ തന്റെ സൈനിക കമാൻഡർമാരിൽ ഒരാളെയും അവർ അയച്ചു. അവർ ദൂതന്മാരോട് പറഞ്ഞു, സുലൈമാൻ ഞങ്ങളിൽ നിന്ന് ശരിക്ക് എന്താണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ സൈന്യം എത്രത്തോളം ശക്തമാണെന്നും കണ്ടെത്തുക. സമ്മാനം തിരസ്കരിക്കുന്നു. പ്രവാചകൻ സുലൈമാൻ രാജ്ഞിയുടെ മീറ്റിംഗിനെക്കുറിച്ച് ഹുദ്ഹുദ് വഴി ഇതിനകം കേട്ടിരുന്നു. ഹുദ്ഹുദ് ആ രാജ്യത്തിന്റെ അതിർത്തിക്ക് ചുറ്റും പറക്കുമ്പോൾ ദൂതന്മാരുടെ യാത്രാസംഘത്തെ കണ്ടു. അത് വേഗത്തിൽ തിരിച്ചു പറന്ന് സുലൈമാനെ വിവരമറിയിച്ചു. അവൻ കേട്ടതിൽ നിന്ന് രാജ്ഞി സമ്മാനങ്ങൾ അയക്കുകയാണെന്ന് സുലൈമാനു മനസ്സിലായി. അവരുടെ യഥാർത്ഥ ലക്ഷ്യം തന്റെ ഉദ്ദേശ്യങ്ങളും സൈനിക ശക്തിയും കണ്ടെത്തുകയാണെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. അതിനാൽ സുലൈമാൻ ഒരു ഉത്തരവ് നൽകി. രാജ്ഞിയുടെ ദൂതന്മാരെ സ്വീകരിക്കാൻ തന്റെ സൈന്യം തയ്യാറാകണം. അവരെ കാണാനായി അദ്ദേഹം ആളുകളെയും അയച്ചു. പ്രവാചകൻ സുലൈമാൻ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്നെ കാണുന്നതിനു മുമ്പ് തന്നെ അവർക്ക് പരാജയം തോന്നണം. ബൽക്കീസ് രാജ്ഞിയുടെ ദൂതന്മാർ പെട്ടെന്ന് ഒരു വലിയ സൈന്യത്തിനു മുന്നിലെത്തി. അവർ സൈനികരെ എണ്ണാനും സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കാനും തുടങ്ങി. അവരുടെ അത്ഭുതത്തിന് സുലൈമാന്റെ സൈന്യത്തിൽ ആളുകൾ മാത്രമല്ല, സിംഹങ്ങൾ, കടുവകൾ, ആനകൾ, പക്ഷികൾ, മറ്റു മൃഗങ്ങളും എന്നിവയും ഉൾപ്പെട്ടിരുന്നു. കാറ്റുപയോഗിച്ച് സൈന്യത്തിന് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്നും അവർ കണ്ടു. അവരുടെ കണ്ണുകൾ വിടർന്നു. ഞെട്ടലിൽ അവരുടെ വായ തുറന്നുപോയി. ഈ സൈന്യം അവർ കണ്ടിട്ടുള്ള ഒന്നിനോടും സാമ്യമില്ലാത്തതായിരുന്നു. ഗംഭീരവും ഭയങ്കരവും. ഇത്രയും വലിയൊരു ശക്തിയോട് പോരാടാൻ അവർക്കൊരിക്കലും കഴിയില്ലെന്ന് വ്യക്തമായിരുന്നു. ചില ആയുധങ്ങൾക്ക് സ്വന്തമായി ചലിക്കാൻ കഴിയുമെന്നവർ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ഭയം വർദ്ധിച്ചു. അവർ പരസ്പരം നോക്കി പരിഭ്രാന്തിയോടെ ചോദിച്ചു, ഇതെന്താണ്? അവരെ ചുറ്റിനടന്ന് കാണിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥൻ ശാന്തമായി മറുപടി പറഞ്ഞു, ഇത് ജിന്ന് സൈനികരുടെ ഒരു ചെറിയ ഗ്രൂപ്പ് അവരുടെ പ്രഭാത പരിശീലനം നടത്തുകയാണ്. ദൂതന്മാർ ഞെട്ടിപ്പോയി. അവർ സുലൈമാനെ കാണാൻ കൂടുതൽ ആകാംക്ഷയുള്ളവരായി. എന്നാൽ പ്രവാചകൻ സുലൈമാൻ അവരെ നേരിട്ട് കാണാൻ വിസമ്മതിച്ചു. പകരം അവരുമായി സംസാരിക്കാൻ തന്റെ കമാൻഡർമാരിൽ ഒരാളെ അയച്ചു. ഉദ്യോഗസ്ഥൻ അവരെ സുലൈമാന്റെ കൊട്ടാരത്തിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. ദൂതന്മാർ ചുറ്റും നോക്കിയപ്പോൾ അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളെക്കുറിച്ച് അവർക്ക് ലജ്ജ തോന്നി. സുലൈമാന്റെ രാജ്യത്തിന്റെ മഹത്വത്തോടും ശക്തിയോടും താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ സമ്മാനങ്ങൾ ചെറുതും പ്രാധാന്യമില്ലാത്തതുമായി തോന്നി. എങ്കിലും അവർ മടിയോടെയും ലജ്ജയോടെയും സമ്മാനങ്ങൾ കൈമാറി. ഉദ്യോഗസ്ഥൻ സമ്മാനങ്ങൾ സുലൈമാന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അല്പനിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും സമ്മാനങ്ങളുമായി തിരിച്ചുവന്നു. അദ്ദേഹം അവ മേശപ്പുറത്തു വച്ചു. പ്രവാചകൻ സുലൈമാൻ അവ നിരസിച്ചതായി അദ്ദേഹം പറഞ്ഞു.
തുടർന്ന് അദ്ദേഹം സുലൈമാന്റെ സന്ദേശം കൈമാറി. സമ്പത്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ആകർഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനേക്കാൾ മെച്ചമാണ്. നിങ്ങളുടെ സമ്മാനങ്ങൾ തിരികെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയാത്തൊരു സൈന്യവുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപമാനത്തോടെ നിങ്ങളുടെ നഗരങ്ങളിൽ നിന്ന് പുറത്താക്കും. ദൂതന്മാർ ഭയന്നു. അവരിലൊരാൾ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സുലൈമാൻ ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? രാജ്ഞിയോട് പറയാൻ കഴിയുന്ന രീതിയിൽ വ്യക്തമായി ദയവായി വിശദീകരിക്കാമോ? ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു, സുലൈമാൻ ഒരേയൊരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ ജനതയും അദ്ദേഹത്തിന് കീഴടങ്ങണം. ഈ സന്ദേശം സമാധാനത്തെക്കുറിച്ചാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ അതൊരു വ്യക്തമായ മുന്നറിയിപ്പുമായിരുന്നു. അതിനാൽ ദൂതന്മാർ സുലൈമാന്റെ വാക്കുകൾ കൈമാറാൻ ബൽക്കീസ് രാജ്ഞിയുടെ അടുത്തേക്ക് മടങ്ങി. ദൂതന്മാരെത്തിയപ്പോൾ രാജ്ഞി ഉറുക്കത്തിലായിരുന്നു. എന്നാൽ ദൂതന്മാർ വന്നാലുടൻ തന്നെ ഉണർത്താൻ അവർ ദാസന്മാരോട് പറഞ്ഞിരുന്നു. അതിനാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹമില്ലായിരുന്നെങ്കിലും അവർ രാജ്ഞിയെ ഉണർത്തി. ബൽക്കീസ് രാജ്ഞി കണ്ണു തുറന്നുടൻ ദൂതന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. അവർ ചോദിച്ചു, എന്തായാലും നിങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകിയപ്പോൾ സുലൈമാൻ എന്താണ് പറഞ്ഞതെന്ന് എന്നോട് പറയുക. എന്നാൽ അവർ സുലൈമാനെ കണ്ടില്ലെന്ന് ദൂതന്മാർ വിശദീകരിച്ചു. അദ്ദേഹത്തിന്റെ കമാൻഡർമാരിലൊരാളാണ് സമ്മാനം സ്വീകരിച്ചതെന്നും അത് അദ്ദേഹത്തിന് കൈമാറിയെന്നും, എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, സുലൈമാൻ സമ്മാനം നിരസിച്ചെന്നും അവർ പറഞ്ഞു. അദ്ദേഹം അത് ഞങ്ങൾക്ക് തിരികെ അയച്ചു എന്നവർ പറഞ്ഞു. സുലൈമാന്റെ മുഴുവൻ സന്ദേശവും അവർ കൈമാറി. ഇത് കേട്ട് രാജ്ഞി തലകുനിച്ച് ചിന്തിക്കാൻ തുടങ്ങി. സുലൈമാൻ തന്റെ സമ്മാനമോ ദൂതന്മാരെയോ സ്വീകരിച്ചിരുന്നില്ല. അവർ തന്റെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവർ കണ്ടതെല്ലാം അവർ രാജ്ഞിയോട് പറഞ്ഞു. സുലൈമാൻ ഒരേയൊരു കാര്യമേ സ്വീകരിക്കൂ എന്നവർക്ക് മനസ്സിലായി. അവർ അദ്ദേഹത്തിന് കീഴടങ്ങണം. സുലൈമാന്റെ സൈന്യത്തിന്റെ ശക്തിയും ദൂതന്മാർ വിവരിച്ചു. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ മൃഗങ്ങളും ജിന്നുകളും ഉൾപ്പെടുന്നുവെന്ന് രാജ്ഞി കേട്ടപ്പോൾ സാഹചര്യത്തിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായി. അദ്ദേഹവുമായി പോരാടാൻ തീരുമാനിക്കുകയാണെങ്കിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരേയൊരു മാർഗം മാത്രമേ അവശേഷിച്ചിരുന്നു. മറ്റു മാർഗങ്ങളിലൂടെ സുലൈമാനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. നിരസിക്കപ്പെട്ട സമ്മാനത്തിലേക്ക് നോക്കി അവർ എന്തു ചെയ്യണമെന്ന് ആഴത്തിൽ ചിന്തിച്ചു. തുടർന്ന് അവർ തന്റെ രാജകീയ കൗൺസിലിനെയും യുദ്ധ ഉപദേഷ്ടാക്കളെയും ഒരുമിച്ചുകൂട്ടി. 2 വലിയ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമോ? വരാനിരിക്കുന്ന കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സിംഹാസനം ഒരു കണ്ണിമ വയ്ക്കുന്നതിനു മുൻപ് അതേസമയം പ്രവാചകൻ സുലൈമാൻ തന്റെ നഗരത്തിൽ ഒരു യോഗം നടത്തുകയായിരുന്നു. മന്ത്രിമാർ, കമാൻഡർമാർ, യുദ്ധവിദഗ്ധർ, പണ്ഡിതന്മാർ എന്നിവർ അദ്ദേഹത്തിന്റെ കൗൺസിലിൽ ഉൾപ്പെട്ടിരുന്നു. യോഗത്തിന് സംരക്ഷണം നൽകാൻ 2 സിംഹകാവൽക്കാർ അടുത്തുനിന്നിരുന്നു. ഹുദ്ഹുദ് പക്ഷിയും അവിടെ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. സുലൈമാൻ യോഗം തുടങ്ങി. നമുക്ക് ലഭിച്ച എല്ലാ സമ്പത്തിനും ശക്തിക്കും ഞാൻ അവനെ സ്തുതിക്കുന്നു. അദ്ദേഹം ഉള്ളിൽ വളരെ ദേഷ്യത്തിലായിരുന്നെങ്കിലും പുറത്തു ദേഷ്യം കാണിച്ചില്ല. അദ്ദേഹം തുടർന്നു, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തൗഹീദിന്റെ കൊടി വഹിക്കുമ്പോൾ ഇപ്പോഴും സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ടെന്നത് എങ്ങനെ സംഭവിക്കുന്നു? ഇത് നമുക്കൊരു പരാജയവും ലജ്ജയുമാണ്. സുലൈമാൻ തന്റെ സ്വന്തം മഹത്വത്തിനു വേണ്ടിയായിരുന്നില്ല ഭരിച്ചിരുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ രാജ്യത്തിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യവും ഉത്തരവാദിത്വവും തോന്നിയത്. അപ്പോൾ സൈനിക കമാൻഡർ വാളുമായി എഴുന്നേറ്റു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഉത്തരവ് നൽകിയാൽ മതി. ഞാൻ സബായിലെ രാജ്ഞിയുടെ സിംഹാസനവും അല്ലാഹുവിനെ നിഷേധിക്കുന്ന അവളുടെ ജനങ്ങളെയും നശിപ്പിക്കും. എന്നാൽ സുലൈമാൻ മറുപടി പറഞ്ഞു, ഞാൻ അക്രമമിഷ്ടപ്പെടുന്നില്ല. നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തണം. രാജ്ഞി എന്നെ കാണാൻ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവൾ എത്തുന്നതിനു മുമ്പ് നിങ്ങളിൽ ആരാണ് അവളുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവരിക? ജിന്നുകളിൽ ഒരാൾ പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കുന്നതിനു മുമ്പ് എനിക്കത് കൊണ്ടുവരാൻ കഴിയും. ഞാൻ എത്രത്തോളം ശക്തനാണെന്ന് അങ്ങക്കറിയാമല്ലോ. എന്നാൽ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകം അറിവ് ലഭിച്ച ഒരു പണ്ഡിതൻ ഇൽം അൽ ലദൂൻ സംസാരിച്ചു, അങ്ങ് കണ്ണിമ്മ വെട്ടുന്നതിനു മുമ്പ് എനിക്ക് അത് അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. സുലൈമാൻ ഈ വാഗ്ദാനം സ്വീകരിച്ച ഉടൻ ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ടെലിപോർട്ടേഷൻ പോലെയായിരുന്നു. ഒരു മനുഷ്യനും ഇതിനു മുമ്പ് ചെയ്യാത്ത ഒന്ന്. എല്ലാവരും ഞെട്ടിപ്പോയി. സിംഹാസനം വലുതും മനോഹരവുമായിരുന്നു. എല്ലാവരും ചിന്തയിലാണ്ട് അതിലേക്ക് തുറിച്ചുനോക്കി. ഹുദ്ഹുദും അവിടെയുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേസമയം സബാ നഗരത്തിൽ രാജകീയ കൗൺസിലുകളും യുദ്ധ കൗൺസിലുകളും ഒരുമിച്ചു കൂടിയിരുന്നു. ബൽക്കീസ് രാജ്ഞി യോഗത്തിന് നേതൃത്വം നൽകി. മുറിയിലുണ്ടായിരുന്ന എല്ലാവരും വിളറിപ്പോയവരും ഞെട്ടിയവരുമായി കാണപ്പെട്ടു.
ക്ഷീണിച്ച ശബ്ദത്തിൽ രാജ്ഞി സംസാരിച്ചു. ഇന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. സുലൈമാൻ നമ്മൾ അദ്ദേഹത്തിന് കീഴടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ശക്തി നശിപ്പിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. ഒരു പരിഹാരം കണ്ടെത്താൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഒരുപക്ഷേ രാജ്ഞിക്ക് മാത്രമേ സുലൈമാന്റെ അടുത്തേക്ക് പോയി കൂടുതൽ വലിയ സമ്മാനങ്ങൾ നൽകാൻ കഴിയൂ എന്ന് ഉപദേഷ്ടാക്കൾ സമ്മതിച്ചു. ഒരുപക്ഷേ അത് സമാധാനത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഈ സമ്മാനങ്ങളും അദ്ദേഹം നിരസിച്ചാൽ യുദ്ധം മാത്രമായിരിക്കും നമ്മുടെ ഏകവഴിയെന്നും അവർ പറഞ്ഞു. ഈ യുദ്ധം നമ്മെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്കാം എന്നും അവർ പറഞ്ഞു. എല്ലാവരും ബൽക്കീസ് രാജ്ഞിയെ തങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയായി കണ്ടു. അതിനാൽ രാജ്ഞി ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. സുലൈമാന്റെ കൊട്ടാരത്തിലേക്ക് നേരിട്ടു പോകാൻ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അദ്ദേഹത്തിനായി പുതിയതും കൂടുതൽ മനോഹരവും വിലയേറിയതുമായ സമ്മാനങ്ങൾ ആസൂത്രണം ചെയ്തു. ചില്ലു കൊട്ടാരത്തിലെ പരീക്ഷണം. ശക്തിയെയും പുരോഗതിയെയും കുറിച്ച് രാജ്ഞിക്ക് തെറ്റായ ധാരണയുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാം അറിഞ്ഞു. തന്റെ രാജ്യത്തിന്റെ വ്യവസായത്തിലും സാങ്കേതികവിദ്യയിലും അവർ അഭിമാനിച്ചിരുന്നു. എന്നാൽ സുലൈമാൻ അലൈഹിസ്സലാം അവർക്ക് ഒരു പ്രധാന സത്യം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. യഥാർത്ഥ മഹത്വവും യഥാർത്ഥ പുരോഗതിയും തൗഹീദിന്റെ, അതായത് അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ കൊടിക്ക് കീഴിൽ മാത്രമേ വരികയുള്ളൂ. അല്ലാഹുവിലുള്ള വിശ്വാസമില്ലാതെ ഏതൊരു വ്യവസ്ഥയും ഒടുവിൽ തകർന്നുപോകും. നിങ്ങൾ ലോകം നഷ്ടപ്പെടുത്തുകയും അല്ലാഹുവിനെ നേടുകയും ചെയ്താൽ നിങ്ങൾ വിജയിച്ചു. എന്നാൽ നിങ്ങൾ ലോകം മുഴുവൻ നേടുകയും അല്ലാഹുവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അതുകൊണ്ടെന്തു പ്രയോജനം? ബുദ്ധിമാനായ ഒരു പ്രവാചകനായ സുലൈമാൻ അവളുടെ സിംഹാസനം കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, അതിന്റെ രൂപകൽപ്പന മാറ്റാൻ അദ്ദേഹം ഉത്തരവ് നൽകി. സിംഹാസനത്തിൽ സൂര്യന്റെ ചിഹ്നം കണ്ടപ്പോ സുലൈമാൻ പറഞ്ഞു, സൂര്യനെ ആരാധിക്കുന്നത് എത്ര വിഡ്ഢിത്തമാണ്! സൂര്യൻ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ പോലും അതിനു മുന്നിൽ തലകുനിക്കുന്നത് അസംബന്ധമാണ്. അദ്ദേഹം സിംഹാസനത്തിന്റെ ഭാഗങ്ങൾ മാറ്റാൻ ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സിംഹാസനത്തിന്റെ പുനർരൂപകൽപ്പന ആരംഭിച്ചു. അതേസമയം ബൽക്കീസ് രാജ്ഞി തന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയായിരുന്നു. അവരോടൊപ്പം യാത്ര ചെയ്യാൻ ഒരു യാത്രാസംഘം ഒരുക്കാൻ അവർ ഉത്തരവിട്ടു. അതിനിടയിൽ സുലൈമാൻ തന്റെ രാജ്യത്തിലെ ഏറ്റവും മികച്ച വാസ്തുശില്പിയെ വിളിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? എനിക്ക് വെള്ളത്തിനു മുകളിൽ ഒരു കൊട്ടാരം പണിയണം. അതൊഴുകി നടക്കുന്ന ഒരു കൊട്ടാരം പോലെ തോന്നണം. അതിന്റെ പ്രവേശന കവാടം സുതാര്യമായിരിക്കണം. അതിനാൽ താഴേക്ക് നോക്കുന്ന ആർക്കും അത് വെള്ളം മാത്രമാണെന്ന് തോന്നണം. വാസ്തുശില്പി മറുപടി പറഞ്ഞു, അങ്ങ് അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തറയ്ക്ക് ശുദ്ധമായ ഗ്ലാസ് ഉപയോഗിക്കണോ? അങ്ങനെയാണെങ്കിൽ താഴെയുള്ള വെള്ളം വ്യക്തമായി കാണാൻ കഴിയും. സുലൈമാൻ പറഞ്ഞു, അതെ, അത് മികച്ചതായിരിക്കും. നിർമ്മാണത്തിന് എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ? വാസ്തുശില്പി മറുപടി പറഞ്ഞു, ജിന്നുകൾ സഹായിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. മനുഷ്യരാണിത് നിർമ്മിക്കുന്നതെങ്കിൽ കൂടുതൽ സമയമെടുക്കും. സുലൈമാൻ സമ്മതിച്ചു. ജിന്നുകളോട് നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഉത്തരവിടും. എന്നാൽ നിങ്ങൾ വിവരിച്ചതുപോലെ തന്നെ തറ വേണം, വ്യക്തമായ ഗ്ലാസ്, അങ്ങനെ അടിയിലുള്ള വെള്ളം പൂർണ്ണമായും കാണാൻ കഴിയണം. അപ്പോൾ വാസ്തുശില്പി ചോദിച്ചു, മേൽക്കൂരയെക്കുറിച്ചോ ഭിത്തികളെക്കുറിച്ചോ അങ്ങയ്ക്ക് മറ്റാവശ്യങ്ങളുണ്ടോ എന്റെ നാഥ? മറുപടി എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് കരുതുന്നു? വാസ്തുശില്പി പറഞ്ഞു, മേൽക്കൂരയും ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കണമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സൂര്യപ്രകാശം വെള്ളത്തിൽ പ്രതിഫലിക്കുകയും മനോഹരമായൊരു രംഗം സൃഷ്ടിക്കുകയും ചെയ്യും. ഭിത്തികൾ കണ്ണാടികൾ കൊണ്ട് നിർമ്മിക്കാനും ഞാൻ നിർദ്ദേശിക്കുന്നു. പ്രവാചകം സുലൈമാൻ അലൈഹിസ്സലാം ഈ ആശയത്തിൽ സന്തുഷ്ടനായി. ഉടൻ തന്നെ വാസ്തുശില്പിയോട് ജോലി ആരംഭിക്കാൻ ഉത്തരവിട്ടു. വാസ്തുശില്പി കൊട്ടാരം നിർമ്മിക്കാൻ തുടങ്ങി. താമസിയാതെ ആ ഗംഭീരമായ നിർമ്മിതി വെള്ളത്തിനു മുകളിൽ ഉയരാൻ തുടങ്ങി. രാജ്ഞിയുടെ വരവ്. ബൽക്കീസ് രാജ്ഞി സുലൈമാന്റെ രാജ്യത്തോടടുത്തപ്പോൾ ഹുദ്ഹുദ് ഒരു ഉദ്യോഗസ്ഥനോടൊപ്പം അതിർത്തിയിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. യാത്രയ്ക്കിടയിൽ രാജ്ഞി വിചിത്രമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. തന്റെ ദൂതന്മാർ പറഞ്ഞ കഥകൾ സത്യമായിരുന്നു. ഈ രാജ്യം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. കൊട്ടാരത്തോടടുക്കുംതോറും അവർക്ക് കൂടുതൽ അത്ഭുതം തോന്നി. സുലൈമാന്റെ സൈന്യത്തിന്റെ ഒരു ഭാഗം അവർ കണ്ടു. അതവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തവും ഭയപ്പെടുത്തുന്നതും അസാധാരണവുമായ സൈന്യമായിരുന്നു. അവരുടെ ഭയം വർദ്ധിച്ചു. അവരുടെ ഹൃദയം അതിവേഗം മിടിച്ചു. അവർക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിഞ്ഞില്ല. ഈ ശക്തി
മനുഷ്യന്റേതായി തോന്നുന്നില്ല. ഇതിന് ഒരു ദൈവിക ശക്തിയുടെ പിന്തുണയുണ്ടായിരിക്കണം. ഇതെല്ലാം കണ്ട ശേഷം തന്റെ രാജ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും അവർക്ക് സംശയം തോന്നിത്തുടങ്ങി. അവർ നഗരത്തിലെത്തിയപ്പോൾ അവരുടെ ആത്മവിശ്വാസം തകർന്നു. അവരുടെ അഹങ്കാരവും ഈഗോയും തകരാൻ തുടങ്ങി. അവരുടെ ഭയം സാവധാനം ആദരവായി മാറി. താമസിയാതെ സുലൈമാൻ നിർമ്മിച്ച ഗംഭീരമായ കൊട്ടാരത്തിലേക്ക് അവർ പ്രവേശിക്കും. അവർ കണ്ടുമുട്ടിയ കാഴ്ച അവരിതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. സുലൈമാന്റെ രാജ്യം സമ്പത്തും മഹത്വവും കൊണ്ട് മാത്രമല്ല നിർമ്മിക്കപ്പെട്ടിരുന്നത്. അത് അവിശ്വസനീയമായ സൗന്ദര്യവും കലാപരമായ വിശദാംശങ്ങളും നിറഞ്ഞതായിരുന്നു. സ്വർണ്ണ തൂണുകൾ, വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച വാതിലുകൾ, ഓരോ കോണിലും കൈകൊണ്ട് നിർമ്മിച്ച കലാസൃഷ്ടികൾ എന്നിവ അവരുടെ കണ്ണുകളെ അമ്പരപ്പിച്ചു. എന്നാൽ ഏറ്റവും ആകർഷകമായ ഭാഗം സുലൈമാന്റെ കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിലെ തറയായിരുന്നു. അത് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതിനടിയിലൂടെ ശുദ്ധമായ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അത് തിളക്കത്തോടെ പ്രകാശിച്ചു. അതൊരു ആഴമുള്ള കുളം പോലെ തോന്നി. ബൽക്കീസ് രാജ്ഞി പതുക്കെ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ തറ വെള്ളമാണെന്ന് അവർ കരുതി. അതിനാൽ നനയാതിരിക്കാൻ അവർ തന്റെ വസ്ത്രമുയർത്തി. ആ നിമിഷം അവരുടെ കാലുകൾ വെളിപ്പെട്ടു. നിഗൂഢമായ പരീക്ഷണം. ഇപ്പോൾ നമ്മൾ ഏറ്റവും നിഗൂഢമായ ഭാഗത്തേക്ക് വരുന്നു. ചില പഴയ സ്രോതസ്സുകൾ അനുസരിച്ച് സുലൈമാൻ ഗ്ലാസ് തറ നിർമ്മിച്ചതിന് ഒരു രഹസ്യ കാരണമുണ്ടായിരുന്നു. അത് സൗന്ദര്യത്തിനോ പ്രദർശനത്തിനോ മാത്രമായിരുന്നില്ല. അതൊരു പരീക്ഷണമായിരുന്നു. എന്തുകൊണ്ട്? കാരണം ജിന്നുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രവാചകൻ എന്ന നിലയിൽ സുലൈമാന് ചില രഹസ്യവിവരങ്ങൾ ലഭിച്ചിരുന്നു. ബൽക്കീസ് സാധാരണ മനുഷ്യനായിരിക്കില്ലെന്ന് ചില അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അവർ പകുതി മനുഷ്യനും പകുതി ജിന്നുമാണെന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. പ്രവാചകൻ സുലൈമാന് ജിന്നുകളുടെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു. ജിന്നുകൾക്ക് സാധാരണയായി രോമമുള്ള കാലുകൾ ഉണ്ടായിരിക്കും എന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തിളക്കമുള്ള ഗ്ലാസ് തറ വെള്ളം പോലെ തോന്നിക്കുന്ന രീതിയിൽ നിർമ്മിച്ചത്. ബൽക്കീഷിനെ തന്റെ വസ്ത്രമുയർത്താൻ പ്രേരിപ്പിക്കാനായിരുന്നു ഇത്. ആ നിമിഷം അദ്ദേഹത്തിന് അവരുടെ കാലുകൾ കാണാനും തന്റെ സംശയം സ്ഥിരീകരിക്കാനും കഴിയുമായിരുന്നു. ബൽക്കീസ് ഒരു സാധാരണ മനുഷ്യനായിരിക്കില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ചില ആളുകൾ അവർ പകുതി മനുഷ്യനും പകുതി ജിന്നുമാണെന്ന് വിശ്വസിച്ചിരുന്നത്? ഈ ആശയം വിവിധ മതപരവും സാംസ്കാരികവുമായ സ്രോതസ്സുകളിൽ പലവിധത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യന്റെയും ജിന്നിന്റെയും സംയോജനത്തിൽ നിന്നാണ് ബൽക്കീസ് ജനിച്ചതെന്ന് ചില കഥകൾ അവകാശപ്പെടുന്നു. ഒരു പതിപ്പനുസരിച്ച് അവരുടെ അമ്മ ഒരു മനുഷ്യരാജ്ഞിയായിരുന്നു. അച്ഛൻ ഒരു ഇഫ്രീത്ത് അഥവാ ശക്തനായ ഒരു ജിന്നായിരുന്നു. അതുകൊണ്ടാണ് ബൽക്കീസിന് മനുഷ്യന്റെ സൗന്ദര്യവും ചില ജിന്നിനെപ്പോലെയുള്ള ശാരീരിക പ്രത്യേകതകളും ഉണ്ടായിരുന്നത്. ബൽക്കീസ് മനുഷ്യനായിരുന്നോ അതോ ജിന്നായിരുന്നോ എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നില്ല. എത്യോപ്യൻ ഗ്രന്ഥങ്ങളിൽ അവർക്ക് ജിന്നിന്റെ ഉത്ഭവമുണ്ടെന്ന് പറയുന്നില്ല. പകരം അവരൊരു ബുദ്ധിമതിയും ആത്മീയവുമായ മനുഷ്യരാജ്ഞിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഈ കഥകൾ അവരുടെ ശാരീരിക സവിശേഷതകളേക്കാൾ അവരുടെ ജ്ഞാനത്തിനും വിശുദ്ധിക്കും പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇസ്ലാമിക സ്രോതസ്സുകൾ എന്താണ് പറയുന്നത്? മിക്ക ഇസ്ലാമിക പണ്ഡിതന്മാരും ബൽക്കീസ് ഒരു മനുഷ്യനായിരുന്നുവെന്ന് സമ്മതിക്കുന്നു. അവർ പകുതി ജിന്നായിരുന്നുവെന്ന കിംവദന്തി യഥാർത്ഥത്തിൽ ജിന്നുകൾ തന്നെയുണ്ടാക്കിയതാണ്. എന്തുകൊണ്ട്? സുലൈമാൻ അവരിൽ താൽപ്പര്യം കാണിക്കാനോ അവരെ വിവാഹം കഴിക്കാനോ അവരാഗ്രഹിച്ചില്ല. സുലൈമാൻ ഒരു മകനുണ്ടായാൽ ആ കുട്ടി തന്റെ പിതാവിനെപ്പോലെ ഭരിക്കുകയും സുലൈമാന് ലഭിച്ചിരുന്ന രഹസ്യ അറിവുപയോഗിച്ച് വീണ്ടും തങ്ങളെ സേവിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുമോ എന്ന് ജിന്നുകൾ ഭയന്നു. അവർ സുലൈമാനെ മനസ്സില്ലാ മനസ്സോടെയാണ് സേവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം സ്വതന്ത്രരാകാൻ അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ഭരിച്ചാൽ അവർ വീണ്ടും കെണിയിലാവും. മിക്ക ജിന്നുകളും കള്ളം പറയുന്നവരായിട്ടാണ് അറിയപ്പെടുന്നത്. സുലൈമാന്റെ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും. ഇത് സുലൈമാൻ നബിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഉറപ്പുവരുത്താൻ ഈ സാഹചര്യം ഒരുക്കിയത്. അദ്ദേഹം ബൽക്കീസിന്റെ കാലുകൾ കണ്ടപ്പോൾ, അത് സാധാരണ മനുഷ്യന്റെ കാലുകളാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം നീങ്ങി. അവർ ഗ്ലാസ് തറയിലൂടെ കടന്നുപോയ ശേഷം അവർ മനുഷ്യനാണെന്ന് സുലൈമാൻ ഉറപ്പായി. തൗഹീദിലേക്കുള്ള ക്ഷണം. തുടർന്ന് അദ്ദേഹം അവൾക്ക് സിംഹാസനം കാണിച്ചുകൊടുത്തു. ബൽക്കീസ് രാജ്ഞിക്ക് വലിയ അത്ഭുതം തോന്നി. സുലൈമാൻ അവരോട് ചോദിച്ചു, "ഇത് നിങ്ങളുടെ സിംഹാസനമാണോ?" ബൽക്കീസ് സൂക്ഷിച്ചു നോക്കി.
എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അതവരുടെ സിംഹാസനം പോലെ തന്നെയുണ്ടായിരുന്നു. എന്നാൽ അതിലെന്തോ മാറ്റം വന്നിരുന്നു. ഒടുവിൽ അവർ പറഞ്ഞു, ഇതതിനോട് വളരെ സാമ്യമുള്ളതാണ്. സിംഹാസനത്തിന്റെ അടിയിൽ സുലൈമാൻ ഒരു സന്ദേശം സ്ഥാപിച്ചിരുന്നു: ഞങ്ങൾ അല്ലാഹുവിന് കീഴടങ്ങിയവരിൽപ്പെട്ടവരാണ്. ബൽക്കീസ് കൂടുതൽ ശ്രദ്ധയോടെ നോക്കിയപ്പോൾ ഇത് തന്റെ സ്വന്തം സിംഹാസനം തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. താൻ എത്തുന്നതിനു മുമ്പ് ഇത് തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. ഇത് അല്ലാഹു പ്രവാചകൻ സുലൈമാന് നൽകിയിട്ടുള്ള മഹത്തായ ശക്തിയുടെ മറ്റൊരു തെളിവായിരുന്നു. ബൽക്കീസ് രാജ്ഞി ആഴത്തിലുള്ള ചിന്തയിലാണ്ടുപോയി. അവർ ചിന്തിക്കുന്തോറും തന്റെ ജനങ്ങളുടെ വിശ്വാസങ്ങൾ പ്രവാചകൻ സുലൈമാന്റെ ജ്ഞാനവും യുക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര ദുർബലവും മണ്ടത്തരവുമാണെന്നവർക്ക് മനസ്സിലായി. അന്നവരെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. പ്രവാചകൻ സുലൈമാൻ അവരുടെ അരികിലിരുന്നു. തന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ലോകരക്ഷിതാവായ അല്ലാഹുവിനെക്കുറിച്ച് സംസാരിച്ചു. ഏറ്റവും ഉദാരനും ഏറ്റവും ഉന്നതനും, മനുഷ്യരെ സേവിക്കാൻ സൂര്യന് സൃഷ്ടിച്ചവൻ. പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെയും ലില്ലികളെയും പോലെ സൂര്യനും അല്ലാഹുവിനെ സേവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൂര്യനെ പോലെ മറ്റൊരു സൃഷ്ടിക്ക് മുന്നിൽ മനുഷ്യൻ തലകുനിക്കുന്നത് മനുഷ്യബുദ്ധിക്ക് വലിയ അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ബൽക്കീസ് രാജ്ഞിക്ക് മനസ്സിലായി, തങ്ങൾ ആരാധിച്ചിരുന്ന സൂര്യൻ പിശാച് വെച്ച മനോഹരമായൊരു കെണി മാത്രമായിരുന്നു. ആദ്യമായി സൂര്യന്റെ ശോഭ അവരുടെ ഹൃദയത്തിൽ മങ്ങിപ്പോകുകയും ഒരിക്കലും അസ്തമിക്കാത്ത ഒരു പുതിയ വെളിച്ചം അവരുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് അവരുടെ ഉപദേഷ്ടാക്കൾ വന്നു പറഞ്ഞത്, ഉടൻ സൂര്യൻ അസ്തമിക്കും, സൂര്യനു മുന്നിൽ തലകുനിക്കേണ്ട സമയമായി. എന്നാൽ രാജ്ഞി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വിഡ്ഢികളെ, സൂര്യൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പിശാച് നമ്മുടെ മുഴുവൻ വിശ്വാസ സമ്പ്രദായത്തെയും നമുക്ക് മനോഹരമായി തോന്നിച്ചു. സുലൈമാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകുക. ഉപദേഷ്ടാക്കൾക്ക് എന്തു സംഭവിക്കുമെന്ന് ഭയന്നോ അവർ വേഗത്തിൽ സ്ഥലം വിട്ടു. ആദ്യമായി രാജ്ഞിക്ക് തന്റെ ഹൃദയത്തിൽ ഊഷ്മളവും മനോഹരവുമായ എന്തോ ഒന്ന് ചലിക്കുന്നത് അനുഭവപ്പെട്ടു. മഴവില്ലിന്റെ നിറങ്ങൾ തന്റെ വികാരങ്ങളെ പ്രതിഫലിക്കുന്നതുപോലെയായിരുന്നു അത്. ഇസ്ലാമിലുള്ള തന്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയമായെന്ന് ബൽക്കീസ് രാജ്ഞി തിരിച്ചറിഞ്ഞു. അഗാധമായ വികാരത്തോടെ താൻ ഇത്രയും കാലം സ്വയം കബളിപ്പിക്കുകയായിരുന്നുവെന്ന് അവർ സമ്മതിച്ചു. അവരൊരു മുസ്ലിമായി. താമസിയാതെ സബായിലെ ജനങ്ങളും തങ്ങളുടെ രാജ്ഞിയെ പിന്തുടർന്നു. അവർ സൂര്യാരാധന ഉപേക്ഷിച്ചു. അല്ലാഹുവിന് മാത്രം തലകുനിക്കാൻ തുടങ്ങി. ഇതെല്ലാം ആരംഭിച്ചത് ഹുദ്ഹുദ് പക്ഷിക്ക് ആ ദിവസം തോന്നിയ വികാരങ്ങളിൽ നിന്നും ശബ്ദത്തിൽ നിന്നുമായിരുന്നു. മറ്റു പക്ഷികൾ മുന്നോട്ടു പറന്നപ്പോൾ ഹുദ്ഹുദ് ചെയ്തതിലൂടെ ഈ കഥ പൂർണ്ണമായി. നമ്മുടെ വിശുദ്ധഗ്രന്ഥമായ ഖുർആൻ അൽ കരീമിൽ പറയുന്ന ഈ കഥ അറിവിന്റെ മൂല്യത്തെ, പണ്ഡിതന്റെ ബഹുമാനത്തെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ അറിവ് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്നും അതിന് നന്ദി ആവശ്യമാണെന്നും ഇത് പറയുന്നു. ഇതുപോലെയുള്ള ചരിത്രകഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക.